ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ ചായ എടുത്ത് വച്ചിരിക്കുന്നത് എന്തിനാണെന്നല്ലേ? ഇതും കുടിച്ചിട്ട് വേണം നമ്മുടെ സാറയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ. അങ്ങനെ ഞാനും അമ്മയും അനിയനും കൂടെയാണ് സാറയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പുറത്തിറങ്ങുമ്പോൾ എന്താ വെയിൽ! അതും പോയിട്ട് ഭയങ്കര ചൂടായിരുന്നു, വിയർത്ത് അയ്യോ. പിന്നെ എനിക്ക് വയ്യായിരുന്നു, അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഈ റോഡിൽ ഇലക്ഷൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു, ട്രാഫിക്ക് അതുണ്ടായിരുന്നു. പോയപ്പോൾ ഒരു 4 മണിയൊക്കെ ആയി കാണും. പിന്നെ കയറിയപ്പോൾ ഇത് തന്നെയായിരുന്നു, വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത്. ആശാത്തിക്കാണെങ്കിൽ പുറത്തു പോകുന്ന വലിയ ഇഷ്ടമാണ്. എൻ്റെ അടുത്താണ് സാറ ഇരുന്നത്, ഞങ്ങൾ ബാക്കിലാണ് ഇരുന്നത്, അമ്മയും അവനും ഫ്രണ്ടിൽ. പിന്നെ അവളാണെങ്കിൽ എത്തിച്ചാടി എല്ലായിടവും ചുറ്റും നോക്കക്കും, പിന്നെ അമ്മേനെ തട്ടി വിളിക്കൊക്കെ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പേവിഷബാധയ്ക്കുള്ള മരുന്നൊക്കെ എടുത്ത്. ഇപ്രാവശ്യം കൊണ്ടുപോകുന്നത് അതിന് എന്തോ വയ്യായിരുന്നു, ഫുഡൊന്നും കഴിക്കൂല, പിന്നെ ഒരേ കിടപ്പായിരുന്നു, കുറച്ച് തെള്ളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഞാനും സാറേയും കണ്ടില്ലേ ഫോട്ടോസ്. അവളാണെങ്കിൽ നോക്കത്ത് പോലും ഇല്ല, ഞാനാണെങ്കിൽ ഇവളടുത്ത് നോക്കാൻ പറഞ്ഞാലും നോക്കൂല. എൻ്റെ മടിയിൽ കയറി ഇരിക്കുകയാണ് ആശാത്തി. പിന്നെ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറി. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് അവിടെ നിന്ന് തിരിച്ച് ഞാനാണെങ്കിൽ ഈ സണ്ണൊക്കെ വരുമ്പോൾ സൺ കിസ് എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ എടുത്തത്. എന്നിട്ട് ഞങ്ങൾ ആശുപത്രിയിലേക്ക് വിട്ട്. വണ്ടിയിൽ പാട്ടൊന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ബോറും, പിന്നെ എനിക്കൊട്ടും വയ്യായിരുന്നു, അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞാണ് വരുന്നില്ല. പിന്നെ അമ്മ പറഞ്ഞു വാ പോകാം എന്ന്. പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് നല്ല ബോറായിരുന്നു. പാട്ടൊക്കെ ഇട്ടില്ലെങ്കിൽ നല്ല ബോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ കഴിഞ്ഞിട്ട് അവളെൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഇരിക്കൊക്കെ വരുന്നു, ഒരാളെപ്പോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കൊക്കെ ആയിരുന്നു. ഫോൺ കാണുന്നതും അവൾ മാറും. അവൾക്ക് ഫോട്ടോ എടുക്കണതും വീഡിയോസൊന്നും എടുക്കണതും ഒന്നും ഇഷ്ടമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നിറയെ ആളുകളും പിന്നെ നിറയെ ഡോഗ്സും പൂച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. വെറൈറ്റി പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് അമ്മയടുത്ത് തിരിഞ്ഞ് നോക്കാൻ പറയണേണ്. അപ്പോൾ അമ്മ നോക്കി ചിരിക്കണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഹോസ്പിറ്റലിലെത്തി. ഇതാണ് ഹോസ്പിറ്റൽ. എന്നിട്ട് നമ്മൾ OP ടിക്കറ്റ് എടുക്കാൻ പോയി. സാധാരണ ഹോസ്പിറ്റലിൽ നമ്മൾ പോയില്ലേ, അതുപോലെയാണിത്. ഹോസ്പിറ്റലിൽ പോയി OP ടിക്കറ്റ് എടുത്ത്. പിന്നെ അവർ കുറേ എന്തൊക്കെ ചോദിച്ച്, പേവിഷബാധയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തോ അങ്ങനെയൊക്കെ ചോദിച്ച്. അപ്പോൾ അമ്മ അതിൻ്റെ ആൻസറൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഞാൻ അവളെയും കൊണ്ട് ഒരു കസേരയിൽ ഇരുത്തി അങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഒരു ഡോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവളെയും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇവൾ. എന്നിട്ട് ഇതാണ് ആശുപത്രി, കണ്ട, ഇതാണ് സാധാരണ ആശുപത്രി എങ്ങനെയാണ് അതുപോലെയാണ്. ഇന്ന് നല്ല ആൾ കുറവും പിന്നെ ഒരാൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വലിയ ആളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവർ പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കുക. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നതാണ്. ഇത് കുറച്ച് നടക്കണം, കണ്ട, അത്രയും തൊട്ട് നടക്കണം. പിന്നെ ഞാനാണെങ്കിൽ വീഡിയോസ് എടുത്ത് സാറേ നോക്കെന്ന് പറയണം. അവൾ നോക്കൂല. അവൾ ഇതെവിടെയാണ് എന്താണെന്നൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അമ്മ എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്, എന്താ ഇത്ര വണ്ണം വീഡിയോസിൽ. പിന്നെ അമ്മ നേരെ ഇരുന്ന് തരയാണ്, നേരെ വീഡിയോസ് എന്ന്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തു കൊടുക്കുകയാണ്. കണ്ട ഇത് സാറ് നോക്കി. അങ്ങനെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ വിളിച്ച്. പിന്നെ അമ്മ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച്. പിന്നെ ഡോക്ടർ ചോദിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തോ എന്നൊക്കെ. അങ്ങനെ കുറേ മരുന്നൊക്കെ എഴുതി തന്ന്, കുറേയല്ല 2 മരുന്നൊക്കെ എഴുതി തന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും വീഡിയോസൊക്കെ എടുക്കുകയാണ് സാറ മൈൻഡ് പോലും ചെയ്യണില്ല. പിന്നെ കണ്ട, ഇതാണ് സാറയുടെ OP ടിക്കറ്റ്. അങ്ങനെ അതിൽ എഴുതിയിരിക്കുകയാണ്. പിന്നെ സാറ എന്നെ കൊണ്ട് കസേരയിൽ ഇരുത്തിയിരിക്കുകയാണ്. പിന്നെ അവനും വന്ന്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ തിരിച്ച് മരുന്ന് വാങ്ങാൻ പോയപ്പോഴാണ് ഞെട്ടിപ്പോയത്. ഭയങ്കര റേറ്റ്, മരുന്ന് ഭയങ്കര റേറ്റാണ് ഇവർക്ക്. അങ്ങനെ അവിടെ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് ഇതാണ് ഇവർക്കുള്ള മരുന്ന് കട. അങ്ങനെ ഇവിടെ കണ്ട എല്ലാം ഉണ്ട്, ഫുഡ് ഇത് എല്ലാം ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മരുന്ന് വാങ്ങിച്ച്. ഇതാണ് അവളുടെ മരുന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മടിയിൽ വീണ്ടും ആശാത്തി കയറി ഇരിക്കുകയാണ്. അങ്ങനെയാണ്, തോന്നുമ്പോൾ ഇറങ്ങിപ്പോവും, തോന്നുമ്പോൾ വരും. അതൊക്കെയാണ് അവളുടെ ഇത്. പിന്നെ ഞാൻ മരുന്നിനെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. പിന്നെ ഇങ്ങനെ മരുന്നിൻ്റെ കാര്യം റേറ്റൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും അവനും കൂടി. പിന്നെ നേരെ വീട്ടിലോട്ട് വിട്ട്
വീട്ടിലോട്ട് വിടാൻ നേരത്ത് അവൻ പറഞ്ഞു അവന് ഡയറ്റാണ്, അപ്പം മുട്ട വാങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ അവ ഒരു മുട്ടക്കടയിലും അമ്മയും കൂടെ പോയി. അങ്ങനെ ഞാനും സാറിയും അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ അവർ മുട്ട വാങ്ങാൻ പോയി. മുട്ട വാങ്ങിയിട്ട് ഞാൻ ആ സമയം ബോറടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ, ഫോട്ടോസും വീഡിയോസും വീണ്ടും ഓണാക്കിയപ്പോഴാ അശാത്തി ഇരുന്നില്ല. അവൾ അയ്യോ ഇറങ്ങിപ്പോയി. കണ്ട, മൈൻഡ് പോലും ചെയ്യണില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.